ഇല്ല ബലം പ്രയോഗിക്കുന്നില്ല. കേറിക്കോ ഒന്ന് പറയണേ, ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഈ ഗോപന്റെ മകൻ സനന്ദനെ ഇപ്പോൾ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? സനന്ദൻ മാത്രമാണോ അതോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ? മൂത്തി നിലവിൽ ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള സനന്ദനെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പ്രത്യേകിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മകൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഈ വാഹനത്തിനുള്ളിലേക്ക് അദ്ദേഹം കയറാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതായത് സനന്ദനെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മൂത്ത മകനാണ് സനന്ദൻ. സനന്ദൻ കൂടി അവിടുത്തെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരാൾ കൂടി കുടുംബത്തിന്റെ ഭാഗമായി വേണ്ടതുണ്ട്. അതിനാൽ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നേരത്തെ അപ്രതീക്ഷിതമായി പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പോൾ പോലീസ് ഇട നൽകുന്നില്ല. പക്ഷേ ഈ സനന്ദനും ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ പോലും അതിൽ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ എവിടെയാണ്, അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുപോകുന്നില്ല, തന്നെ മാത്രം എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പോലീസ് വാഹനത്തിലേക്ക് അയാൾ കയറാൻ ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരിക്കണം, ഇനി കസ്റ്റഡിയിൽ എടുക്കുന്നതാണോ, അത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടായിരുന്ന സംശയങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? അതായത് ജിബിന് അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാനാണ് എങ്കിൽ ആദ്യം കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകേണ്ടത്. ഇതിൽ ഈ പൂജയെല്ലാം നടത്തിയെന്ന് പറയുന്ന ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ സ്വാമിയുടെ മരണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുണ്ട്. അത് രാജസേനായിരുന്നു. പക്ഷേ രാജസേനൻ സംസാരിക്കുന്നതിലൊക്കെ ചില വ്യക്തത കുറവുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളോട് പറഞ്ഞപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായി പല സമയത്തും പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സനന്ദനാണ് ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ പ്രതികരിക്കുന്നത് സനന്ദനാണ്. അതിനാലായിരിക്കണം ഒരുപക്ഷെ സനന്ദനെ മോത്തി അത് തന്നെയാണ് കാരണം. ഈ സനന്ദന് പോലീസ് വാഹനത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി പോയപ്പോൾ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. കാരണം തന്നെ മാത്രം എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്? മരണം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് പിതാവിൻ്റെ അടുത്തുണ്ടായിരുന്നു, ഗോപൻ സ്വാമിയുടെ അടുത്തുണ്ടായിരുന്നത് ഇളയ മകനും പൂജാരിയുമായിട്ടൊക്കെയുള്ള ഈ രാജസേനാണ്. അപ്പോൾ തന്നെ മാത്രം എന്തിനാണ് കൊണ്ടുപോകുന്നത്? താൻ വാഹനത്തിൽ കയറാൻ തനിക്ക് സാധ്യമല്ല എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അദ്ദേഹത്തെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് നടന്നത്, അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുടുംബത്തിൻ്റെ ഒരു സാന്നിധ്യം വേണം. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മൃതദേഹം വിട്ടു നൽകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി വേണം. അതുകൊണ്ടാണ് മൂത്ത മകനായിട്ടുള്ള തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ സനന്ദൻ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അദ്ദേഹം വാഹനത്തിൽ കയറാനും കൂട്ടാക്കാതെ. എന്തായാലും ഈ നെയ്യാറ്റിൻകര DYSP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. പോലീസിന്റെ വലിയൊരു സംഘം നേരത്തെ മുതൽ തന്നെ ഈ വീട്ടിൻ്റെ അകത്തുണ്ട്. ഇനി ഈ വീട്ടിനുള്ളിലുള്ളത് ഗോപൻ സ്വാമിയുടെ ഭാര്യയായിട്ടുള്ള സുലോചനയും അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ രാജസേനാണ്. ഈ മരണം സംഭവിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നതും ഇവർ രണ്ടുപേരുമാണ്. സുലോചനയും അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള രാജസേനും അദ്ദേഹത്തിന് ഇളയ മരുമകൾ മാത്രമാണ് ഈ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത മകനായിട്ടുള്ള സന്നദ്ധനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ഈ വീട്ടിനുള്ളിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അവരുമായി തന്നെ പോലീസ് സംസാരിക്കുകയാണ്. DYSP ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തുണ്ട്.